വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് സിമൻറ്റിൻ്റെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വന്നാലും പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കാൽസിനേഷൻ. ഓപ്ഷൻസ് ആർ ജിപ്സം, ലൈംസ്റ്റോൺ, കൺകർ, നൺ ഓഫ് ദീസ്. ഇതിപ്പോൾ ഒരു സിമെൻറ്റ് മാത്രമല്ല ലൈമിൽ നിന്നൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണേ. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ വരുന്നത് ജിപ്സം ആണ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ പ്രീവിയസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് ബൈ കാൽസിനേഷൻ പ്രോസസ്സാണ്, ജിപ്സം ആണ്. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൈമിനെ ഹീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഇത് ലൈം എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ളതാണ്. എടുത്ത് പറയാൻ സിമെൻറ്റ് മാത്രമല്ല ലൈം കൂടെ ഇൻക്ലൂഡഡ് ആണ്. വിച്ച് ടെക്സ്റ്റ് ഈസ് to know the classification of lime. ലൈമിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിൽ ടെസ്റ്റ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ബോൾ ടെസ്റ്റ്, ഹീറ്റ് ടെസ്റ്റ്, ആസിഡ് ടെസ്റ്റ്, ഇമ്പ്യൂരിറ്റി ടെസ്റ്റ്, ഇതെല്ലാം തന്നെ നമ്മുടെ ലൈമിൻ്റെ ടെസ്റ്റാണ്. പക്ഷേ അതിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ബാൾ ടെസ്റ്റാണ്. ക്ലാസ് സിയും ക്ലാസ് ബിയും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാൾ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. വെയ്റ്റ് ഓഫ് 1 meter cube ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഈസ്. പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1440 കിലോഗ്രാം. വേർ ഡസ് ഫ്യുവൽ ആൻഡ് ലൈംസ്റ്റോൺസ് കംസ് ഇൻ കോണ്ടാക്ട്. ഫ്യുവലും ലൈംസ്റ്റോണും കറക്റ്റ് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്ലെയർ കിൻ, ഫ്ലെയിം കിൻ, ബോത്ത് ഫ്ലെയർ ആൻഡ് ഫ്ലെയിം കിൻ, നൺ ഓഫ് ദി അബോ. സോ ഓപ്ഷൻ വരുന്നത് ബി ആണ്, ഫ്ലെയിം കിൻ ആണ് വരുന്നത്. ഫിഫ്ത്ത് വൺ, എഫ്ലോറസെൻസ് ഇൻ സിമെൻറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു അലുമിന, അയൺ ഓക്സൈഡ്, ആൽക്കലി, സിലിക്ക. എഫ്ലോറസെൻസിന് കാരണമാകുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആൽക്കലീസ്. എത്രയാണ് നമ്മൾ ആൽക്കലിയുടെ പെർസെൻറ്റേജ് പറഞ്ഞാൽ 0.2 to 1%. അതിനേക്കാളും ഗ്രേറ്റർ ആയിക്കഴിഞ്ഞാൽ എഫ്ലോറസെൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് എഫ്ലോറസെൻസ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സിമെൻ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് ഡ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ അതിൻ്റെ സർഫസിൽ വൈറ്റ് പാച്ചസോ വൈറ്റ് പൗഡർ ഫോമോ ഒക്കെ അല്ലെങ്കിൽ ഗ്രേ പാച്ചസോ ഗ്രേ പൗഡർ ഫോമോ ഒക്കെ വരുവാണെങ്കിൽ, സിമെൻറ്റിലാവുമ്പോൾ ഗ്രേ കറക്റ്റ് അറിയാൻ പറ്റില്ല, ബ്രിക്കിലൊക്കെയാണ് ഗ്രേ കളർ കറക്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പം ഇതിൽ വൈറ്റ് കളറിൻ്റെ ഒരു പാച്ചസോ പൗഡർ ഫോമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. Then compressive strength of lime mortar 1:3 with class A limes at the end of 14 days. 14 ഡേയ്സിൽ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1.75 Newton per mm square ആണ്. Then 7th question, poor lime is dash in color. Poor lime എന്ന് പറയുമ്പോൾ അതിൽ ലൈമിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ്, അതേസമയം ക്ലേയുടെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ, മഡി വൈറ്റ്. The maximum percentage of chemical ingredient of cement is that alumina, silica, magnesia, lime. അറിയാവുന്നതാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ലൈം. ഗുഡ് ക്വാളിറ്റി ലൈം ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ഫ്ലെയർ കിൻ, ഫ്ലെയിം കിൻ, ബോത്ത് ഫ്ലെയർ ആൻഡ് ഫ്ലെയിം കിൻ, നൺ ഓഫ് ദി അബോ. ആൻസർ, നല്ല ക്വാളിറ്റിയിലുള്ള ലൈം നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഫ്ലെയർ കിന്നിൽ നിന്നാണ്. നല്ല ക്വാളിറ്റിയുള്ള ലൈം നമുക്ക് കിട്ടുന്നത് ഫ്ലെയർ കിന്നിൽ നിന്നാണ്. ഫ്ലെയർ കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യുവലും ലൈംസ്റ്റോണും ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാത്തതിനെയാണ് നമ്മൾ ഫ്ലെയർ കിൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫ്ലെയിം കിൻ എന്ന് പറയും. Then 10th question, the grey color of ordinary Portland cement is due to. ഗ്രേ കളറ് നമ്മുടെ സിമെൻറ്റിന് കിട്ടാൻ കാരണം മെയിനായിട്ട് പറഞ്ഞാൽ ഓപ്ഷൻ ബി, അയൺ ഓക്സൈഡ് ആണ്. മെഗ്നീഷ്യം കളർ കൊടുക്കും, പക്ഷേ മെയിൻ പ്രിഫറൻസ് നമ്മൾ പറയുന്നത് അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, അയൺ ഓക്സൈഡ് ആണ് ഗ്രേ കളറ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിന് കൊടുക്കുന്നത്. സിലിക്ക ഇൻ പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഷുഡ് ബി. സിലിക്കയുടെ പെർസെൻറ്റേജ് എത്രയെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 17 to 22% ആണ്, അല്ലെങ്കിൽ 17 to 25% നമ്മൾക്ക് പറയാം. സോ ആൻസർ 22. ആ ഒരു റേഞ്ചിനകത്ത് വരുന്നത് 22 മാത്രമേ ഉള്ളൂ. 22 ആണ് നമ്മൾ ഒപ്റ്റിമം ആയിട്ട് പഠിച്ചത്. Then 12th question, what is the most dominant constituent in cement? സിമെൻറ്റിൽ ഡൊമിനൻ്റ് എന്നോ മേജർ എന്നോ മെയിൻ എന്നോ ഒക്കെ ചോദിച്ച ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ സി, ലൈം. 13th question, what effect does the calcium sulfate have on cement? Retards setting time, imparts strength, impart color, reduces strength. നമുക്ക് ആൻസർ വരുന്നത് റിട്ടാർഡ്സ് ആണ്. ഇതും നമ്മൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് ജിപ്സസിൽ മെയിനായിട്ട് എടുത്ത് പറഞ്ഞ ഒരു പേരാണ് റിട്ടാർഡർ എന്ന്. അപ്പോൾ റിട്ടാർഡ്സ് സെറ്റിംഗ് ടൈം. റിട്ടാർഡ്സ് സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സെറ്റിംഗ് ടൈമിനെ പ്രൊലോങ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഡിലേ ചെയ്യിപ്പിക്കുക എന്നതാണ് അവിടെ മീൻ വരുന്നത്. ഓക്കെ, മീനിങ് ചെയ്യുന്നു. ദെൻ
14th question. Which of the following adds a quick setting property to cement? ക്വിക്ക് സെറ്റിംഗ് കൊടുക്കുന്നത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫർ, അലുമിന, ലൈമ്, മഗ്നീഷ്യ. ക്വിക്ക് സെറ്റിങ്ങിൻ്റെ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? അലുമിന. ഇത് നമ്മളവിടെ പറഞ്ഞായിരുന്നു. പെട്ടെന്ന് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആരെന്ന് ചോദിച്ചാൽ അലുമിനിയം. ഡിലേ ചെയ്യിപ്പിക്കാനാണെങ്കിൽ ജിപ്സവുമാണ്. 1 bag ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് വെയ്റ്റ് എത്രയാണ്? 50 kg. ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിമെൻറ്റ് ആൻഡ് വാട്ടർ. സിമെൻറ്റിൻ്റെ വാട്ടറിൻ്റെ ഇടയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏതാണ്? ഹൈഡ്രേഷൻ. കാരണം ബാക്കി മൂന്നും ഉള്ളത് സിമെൻറ്റിൻ്റെ ലബോറട്ടറി നടക്കുന്ന ടെസ്റ്റാണ്. 17. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇഫ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഈ ഓർഡർ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. C3A, C3S, C4, AF, C2S. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഇതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഇതിൽ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആയതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് സ്ട്രെങ്ത് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഡൈ കാൽസ്യം സിലിക്കേറ്റ് ആണ്. ഡൈ കാൽസ്യം സിലിക്കേറ്റ് അല്ലെങ്കിൽ C2S. ദ കോമ്പൗണ്ട് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ദ ഹയസ്റ്റ് ഷെയർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഇൻ സിമെൻറ്റ്. സിമെൻറ്റിൽ ഹയസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൊടുക്കുന്ന ആരെന്നാണ്? എന്ത് തന്നെയാണ്? ട്രൈക്കാൽസ്യം അലുമിനേറ്റ് ആണ്. അലുമിനയുടെ കണ്ടന്റ് നമുക്ക് ഓർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ട്രൈക്കാൽസ്യം അലുമിനേറ്റ്. ദെൻ ഇനിഷ്യൽ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് ഈസ് കോസ്റ്റ് ഡ്യൂ ടു. ഇനിഷ്യൽ സെറ്റിങ്ങിന് കാരണമാകുന്ന ബോക്സ് കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനിഷ്യൽ സെറ്റിംഗ് അതും നമ്മൾ പറഞ്ഞു. ഇനിഷ്യലി സെറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അലുമിനയുടെ കണ്ടന്റ് തന്നെയാണ്. സോ ബോക്സ് കോമ്പൗണ്ടിൽ വരുമ്പോഴും അതും അലുമിനയുടെ കണ്ടന്റ് തന്നെയാണ് വരുന്നത്. C3A. The cement becomes unsoundness by the presence of excess. Unsoundness സിമെൻറ്റ് ഉണ്ടാവാനുള്ള കാരണം ആരെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി പഠിച്ചത് ലൈമാണ്. ലൈമിൻ്റെ കണ്ടന്റ് എക്സസ് ആയി കഴിഞ്ഞാലാണ് അൺസൗണ്ട്നെസ് ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ മഗ്നീഷ്യവും സൾഫറും ഒക്കെ നമ്മൾ പഠിച്ച സമയത്ത് അതിൽ സൾഫറിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗണ്ട്നെസ് പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ടെന്ന്. സോ ഇതിൽ തന്നെ മഗ്നീഷ്യവും സൾഫറും ശ്രദ്ധിക്കാം. മഗ്നീഷ്യവും സൾഫർ നമ്മൾ ഇൻഗ്രീഡിയൻറ്റിൽ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഇതും എക്സസൈസ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? അൺസൗണ്ട്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. ഓക്കെ, ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. സൾഫർ, മഗ്നീഷ്യ, ലൈമിൻ്റെ കാര്യം മാത്രമേ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ സൾഫർ എന്ന് പറഞ്ഞാൽ സൗണ്ട്നെസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എക്സസ് ആയി കഴിഞ്ഞാലുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ശ്രദ്ധിക്കുക, ലൈമ്, മഗ്നീഷ്യ, സൾഫർ ഇത് മൂന്നും എക്സസ് ആയി കഴിഞ്ഞാൽ അൺസൗണ്ട്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 22nd question. കോമ്പൗണ്ട് റെസ്പോൺസിബിൾ ഫോർ ഏർലി സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ഏർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ട്രൈക്കാൽസ്യം സിലിക്കേറ്റ്. ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് ഈസ് ആൻ. ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തെന്നാണ് പറഞ്ഞത്? സിമെൻറ്റും വാട്ടറായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൽ അവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതെന്താണ്? എക്സോതെർമിക് റിയാക്ഷനാണ്. ഈ എക്സോതെർമിക് റിയാക്ഷൻ നടന്നിട്ടാണ് ഹ്യൂജ് എമൗണ്ടിലുള്ള എനർജി അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ജിപ്സം ഇൻ സിമെൻറ്റ്? ശ്രദ്ധിക്കുക, സിമെൻറ്റിൻ്റെതാണ് 0.2 to 1%. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആൽക്കലി ആണ് വരുന്നത്. 1 to 3 എന്ന് പറയുന്നത് സൾഫർ വരുന്നുണ്ട്. അതുപോലെ മെഗ്നീഷ്യം പറയുന്നുണ്ട്. 3 to 4% ആണ് എന്ത് വരുന്നത്? ജിപ്സം വരുന്നത്. 3 to 8% അലുമിനയാണ് വരുന്നത്. ചീഫ് കെമിക്കൽ കൺസിസ്റ്റൻ്റ് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ചീഫ് എന്ത് തന്നെയാണ് വരുന്നത്? ലൈമാണ്. ZaO.